ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സുപ്പീരിയർ മെൻ ബിൽഡിംഗ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ സെൽഫ് ലവ് വേണമെന്നുണ്ട്, പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ തരും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയി കാണുമ്പോഴേക്കും സെൽഫ് ലവ് എങ്ങനെ ബിൽഡ് ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഫ്രണ്ട്സ്, ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ 2025 പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത 21 ദിവസത്തെ കോഴ്സിന്റെ ഒരു ചെറിയ ഓവർവ്യൂ ഒന്ന് ഷെയർ ചെയ്യാം. ഈ 21 ദിവസത്തെ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് അഡിക്ഷൻ റിക്കവറി ആൻഡ് സെൽഫ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലാണ്. അഡ്വാൻസ്ഡ് സയന്റിഫിക് ടൂൾസ്, എക്സ്പെർട്ട് മെന്റേഴ്സ്, ബെസ്റ്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഗ്യാരണ്ടീഡ് ആണ്. ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഹായ് എന്ന ഒരു സിമ്പിൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കൂ. വിത്തിൻ 24 hours ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവരുമായി നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയ ഇൻഫർമേഷൻസും എൻക്വയറീസും ചോദിച്ചു മനസ്സിലാക്കാം. നൗ ബാക്ക് ടു അവർ ടോപ്പിക്. സ്റ്റേജ് 1, സെൽഫ് അവയർനെസ്. സെൽഫ് ലവ് തുടങ്ങുന്നത് സെൽഫ് അവയർനെസ്സിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ ഫീലിംഗ്സിനെ മനസ്സിലാക്കുമ്പോൾ, ഇമോഷൻസിനെ റിക്കഗ്നൈസ് ചെയ്യുമ്പോൾ, അതേപോലെ നിങ്ങളുടെ തോട്ട്സ് ഏത് തരത്തിലുള്ള പാറ്റേണിലാണ് പോകുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി നടക്കുന്നത് സെൽഫ് അവയർനെസ് ആണ്. സോ അതാണ് സെൽഫ് ലവിന്റെ ആദ്യത്തെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം സ്വയം ഇമോഷണലി ഡ്രെയിൻഡ് ആവുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്തേക്കാം. അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടാവാം. ഇതെല്ലാം സെൽഫ് അവയർനെസ് ആണ്. ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്ത് സ്വയം അതിനെയെല്ലാം ഒന്ന് അസസ് ചെയ്ത് കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തണം. എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് എന്റെ ആക്ച്വൽ ഫീലിംഗ്സ്, എക്സ്പെക്ടേഷൻസ് എന്താണ്, കോൺഫ്ലിക്റ്റുകൾ എന്താണ്, അതെല്ലാം നിങ്ങൾ സ്വയം അസസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ സെൽഫ് അവയർനെസ്. ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ജേർണൽ എഴുതാം, ബിക്കോസ് അത് നിങ്ങളെ വളരെ കണക്റ്റഡ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. സ്റ്റേജ് 2, സെൽഫ് അക്സെപ്റ്റൻസ്. നിങ്ങളുടെ പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ എല്ലാം ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ എന്ന് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മേ ബി ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം. അതിൽ നിങ്ങൾ തെറ്റ് കണ്ടുപിടിക്കാതെ ഇങ്ങനെ ഒരു ചലഞ്ച് എനിക്ക് ഫേസ് ചെയ്യാനുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങണം. അതാണ് ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേജ് 3, സെൽഫ് കമ്പാഷൻ. അതായത് നിങ്ങളെ നിങ്ങൾ കൈൻഡ് ആയി ട്രീറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി നിങ്ങൾ ടഫായ പീരീഡിലൂടെയാണ് പോകുന്നതെങ്കിൽ സെൽഫ് കമ്പാഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യോ അതോ അവരെ സപ്പോർട്ട് ചെയ്യോ? അങ്ങനെയുള്ള കൈൻഡ് സപ്പോർട്ട് ചിലപ്പോൾ നിങ്ങളും കൊടുക്കേണ്ടി വരും. അതാണ് സെൽഫ് കമ്പാഷൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ കൈൻഡായി സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ സെൽഫ് കമ്പാഷന്റെ സയൻസ് ആണ്. സ്റ്റേജ് 4, സെൽഫ് കോഡ്ലിംഗ്. ഇടയ്ക്കെല്ലാം നിങ്ങളെ നല്ല രീതിയിൽ ഫിസിക്കലി ആൻഡ് മെന്റലി ട്രീറ്റ് ചെയ്യുന്നതാണ് സെൽഫ് കോഡ്ലിംഗ്. ഫോർ എക്സാമ്പിൾ, സ്പാ ടൈം, മസാജ് ടൈം, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ പലതും. പക്ഷേ ഇതിൽ കൺട്രോൾ ഇല്ലാതെ വരുമ്പോഴാണ് നിങ്ങൾ ഇവിടെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എക്സസൈസ് ടൈമിന്റെ ഇടയിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നും. ആൻഡ് റെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ റെസ്റ്റ് ടൈം എക്സീഡ് ആകുമ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങിക്കൂടാൻ തുടങ്ങും. അത് നിങ്ങളുടെ ലേസിനെസ്സിലേക്കാണ് പിന്നെ ലീഡ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും ഈ സെൽഫ് കോഡ്ലിംഗിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഷെഡ്യൂൾ വെക്കണം. അപ്പോ പിന്നെ അത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഗ്രോത്തിന്റെ സൈഡിൽ ഒരിക്കലും നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യില്ല. സ്റ്റേജ് 5, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഗ്രോത്ത്. കംഫർട്ട് സോണിലേക്ക് കൂടുതലായി പോകുന്നത് ഡേഞ്ചറസ് ആണെന്ന് റിയലൈസ് ചെയ്യുന്ന സ്റ്റേജ് ആണിത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്സ്, ഹാർഡ് വർക്ക്സിനെ എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതോടൊപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ ഡ്രീംസിന് വേണ്ടി വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഇത്രയും കാലം അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഫേസ് ചെയ്ത് സോൾവ് ചെയ്യാനും നിങ്ങൾ ഈ സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സ്റ്റേജ് 6, സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ലവിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് സെൽഫ് ഡിസിപ്ലിൻ. അതായത് കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞ അക്കൗണ്ടബിലിറ്റിയുടെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന സ്റ്റേജ് ആണിത്. ഒരു കാര്യം ചെയ്യുമെന്ന് നിങ്ങൾ സ്വയം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫെയിൽ ആവാതെ ചെയ്തു തീർക്കുന്ന ഇമ്പോർട്ടന്റ് സ്റ്റേജ്. നമ്മൾ എഫേർട്സ് ഇടാതെ നമുക്കൊരു ഗ്രോത്തും ഉണ്ടാവില്ല. സോ എന്താണോ നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ്, അതിനെ കണക്ട് ചെയ്യുന്ന റുട്ടീൻ വേണം നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ അതിൽ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യണം. സെൽഫ് ലവ് ജേണി ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ചിലപ്പോൾ അതിൽ പ്രോഗ്രസ് ഉണ്ടാവും, ബട്ട് ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പഴയ ഹാബിറ്റ്സിലേക്ക് സ്ലിപ്പ് ആവും. ബട്ട് ഇറ്റ്സ് ഓക്കെ. വീണ്ടും ട്രൈ ചെയ്യണം. കീപ് മൂവിംഗ് ഫോർവേഡ്. പ്രോഗ്രസ് ഉണ്ടാവാൻ കുറച്ച് സമയം പിടിക്കും. ഹാവ് പേഷ്യൻസ് ബട്ട് നെവർ ഗീവ് അപ്പ്. സോ ഫ്രണ്ട്സ്, ഇതിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഈ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.